ഇന്ന് നമുക്ക് ബനാന ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. മൈദയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറിനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആകെ ചേർക്കുന്നത്. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറുമായിട്ട് ഷുഗർ നല്ല പോലെ യോജിച്ച് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് കട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിലേക്ക് പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും അരച്ച മിക്സ് ചേർക്കുമ്പോൾ ഒന്ന് ലൂസായി കിട്ടും. 8 ഈത്തപ്പഴം ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ നമുക്കിത് കുതിർത്താനായി വെക്കാം. പിന്നെ ഞാനിവിടെ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. ഇനി നേന്ത്രപ്പഴം ഇഷ്ടമല്ലാത്തവർക്ക് റോബസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തി വെച്ച ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഇനി ലൈറ്റായിട്ടുള്ള മധുരമാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. കാരണം ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴം കൂടെയാണ്. അപ്പോൾ മധുരം കുറച്ച് വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ എല്ലാം യോജിച്ച് കിട്ടണം. അപ്പം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇതിന് മുമ്പ് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഓവണില്ലാതെ ബേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ്, കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു കുക്കറിൽ ബട്ടറൊക്കെ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു പഴയ പാനോ നമുക്ക് സ്റ്റൗവിൽ വെക്കുക. അതിന് മുകളിൽ ഈ കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. വെയിറ്റ് വെച്ച് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ കേക്ക് നമുക്ക് 35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ട് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് ബേക്കായോ എന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ കുക്കറിൽ നിന്ന് എടുക്കാം. അപ്പം നമ്മുടെ ബനാന ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. നമുക്കിത് കട്ട് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.